AICC നിരീക്ഷകർക്ക് മുന്നിൽ MLAമാർ അഭിപ്രായം രേഖപ്പെടുത്തിയ രഹസ്യ പട്ടിക പുറത്തായി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചതെന്ന പട്ടികയിൽ വ്യക്തം. നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടികയാണ് ചോർന്നത്. ഇതോടെ കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. AICC നിരീക്ഷകർക്ക് മുന്നിൽ MLAമാർ അതീവ രഹസ്യമായി തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ ആര് വരണം, ആര് ഭരിക്കണം, മുഖ്യമന്ത്രി ആരാകണം, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ആരാണ്, അത് വളരെ രഹസ്യമായി രേഖപ്പെടുത്തിയ ഒരു വിവരമായിരുന്നു. ആ അഭിപ്രായ പട്ടിക AICC നിരീക്ഷകന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നായിരിക്കും കരുതിയിട്ടുണ്ടാവുക. എന്തായാലും ഈ പട്ടിക എങ്ങനെ ചോർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KC വേണുഗോപാൽ പിന്തുണച്ചപ്പോൾ TO മോഹനൻ, സജീവ് ജോസഫ്, ഒപ്പം സന്ദീപ് വാര്യർ അടക്കമുള്ളവർ KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചത്. എന്തായാലും സന്ദീപ് വാര്യരുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അങ്ങനെ ഈ പട്ടികയിൽ എല്ലാ MLAമാരും ആരെയാണ് പിന്തുണച്ചതെന്ന വിവരം പുറത്തു വരുമ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു പോരിന് തന്നെയാണ് വളമിടുന്നത്. നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടികയാണ് ചോർന്നത്. ഇതോടെ കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ്. എന്തായാലും ഒരു ഭാഗത്തെ ഫ്ലക്സി യുദ്ധം അങ്ങനെ വലിയ രീതിയിൽ രൂക്ഷമാകുമ്പോൾ മറുഭാഗത്തെ പട്ടിക പുറത്തായതോടെ ആരൊക്കെയാണ് യഥാർത്ഥ കാലുവാരിയത് എന്ന് ഇപ്പോൾ പുറത്തടിക്കുന്നത് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് അതീവ രഹസ്യമായി ഇത്തരത്തിലൊരു പട്ടിക കൈകാര്യം ചെയ്തതിൽ പിഴവ് പറ്റിയോ? എങ്ങനെയാണ് ഈ രഹസ്യ പട്ടിക പുറത്തായത്? ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കോൺഗ്രസിനുള്ളിൽ പൊട്ടിപ്പുറപ്പെടുന്ന കലാപത്തിന്റെ വിവരങ്ങൾ കൂടി പങ്കുവെക്കാം. അശ്വതി, കഴിഞ്ഞ ദിവസം MLAമാരുമായി ചർച്ച ചെയ്ത ശേഷം അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷം ഇത്തരത്തിൽ മുകുൾ വാസ്നിക്, അതായത് AICC നിരീക്ഷകൻ, അദ്ദേഹം KPCC ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ആ ലിസ്റ്റ് മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നത്. തുടർന്നാണ് അത് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവരുടെ പേര് വിവരങ്ങളടക്കം പുറത്തു വരികയും ചെയ്തത്. ആ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ നിരവധി നേതാക്കൾ, അതിൽ ഭൂരിഭാഗവും നേതാക്കളെല്ലാം KC വേണുഗോപാലിന് അനുകൂലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, നമുക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അതിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ, സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ഇത്തരത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ AICC നേതൃത്വത്തോട്, നിരീക്ഷകരോട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ഏറിയ പങ്കും ഇത്തരത്തിൽ KC വേണുഗോപാൽ തന്നെ ആവണമെന്ന ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പട്ടികയാണ് ഇന്നലെ ചോർന്നത്. അത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു. ഇതിൽ പ്രതികരിക്കാൻ ഇതുവരെ KPCC അധ്യക്ഷൻ തയ്യാറായിട്ടുമില്ല. ഈ വിഷയം നമ്മൾ ചോദിച്ചെങ്കിൽ പോലും അദ്ദേഹം പ്രതികരിക്കാതെ നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ രീതിയിലുള്ള ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി രൂപപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇത്ര ഗംഭീരമായ ഒരു വിജയം കൈവരിച്ചെങ്കിൽ പോലും ആ വിജയത്തിൻ്റെയൊക്കെ ശോഭ കെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്നത് എന്നതാണ് വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള 3 നേതാക്കൾ, അവർ 3 പേരും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് നിൽക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയുന്നത്, അതായത് ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജികരുടെ MLAമാരുടെ പിന്തുണ ഉള്ളത് KC വേണുഗോപാലിനാണ്. അതൊരു തർക്കമെന്ന് പറയുന്നത് 43ഉം 47ഉം സംഖ്യകൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ 43 പേരുടെ എന്ന് പറയുന്നുണ്ട്, 47 പേരുടെ എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ MLAമാരുടെ പിന്തുണ KCക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ കുറഞ്ഞ 8 പേരുടെ പിന്തുണ VD സതീശന് ഉണ്ട്. 9 MLAമാർ രമേശ് ചെന്നിത്തലയ്ക്കും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. വലിയ പ്രതിസന്ധി ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതുമായി ഉണ്ട്. നമുക്കറിയാം, ഇതൊക്കെ തെരുവിലേക്ക് നീങ്ങുന്നൊരു കാഴ്ച. അതായത് ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ളൊരു പടലപ്പിണക്കം, തർക്കം, അത് അണികളിലേക്ക് എത്തുന്നു. അണികൾ പരസ്യപ്പോരിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സിന് മുമ്പിൽ, ആ ഫ്ലെക്സിന് മുന്നിലേക്ക് കരിയോരൊഴിക്കുന്നു. മാത്രമല്ല KC വേണുഗോപാൽ സ്ഥാപിച്ച ഫ്ലെക്സിന് ബദായി VD സതീശൻ്റെ അനുകൂലികൾ ഫ്ലെക്സുകൾ വയ്ക്കുന്നു. അതിൽ ജനതയും ജനിതകവും VD സതീശനാണ് എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി ചേർക്കുന്നു. അങ്ങനെ ഈ തലസ്ഥാനത്തിന്റെ തിരുവനന്തപുരത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഫ്ലക്സ് യുദ്ധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര യുദ്ധം തന്നെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലാണ്, ഒരു ഗതികേടിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രശാന്താണ് തലസ്ഥാനത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.